നമുക്ക് മറ്റൊരു വാർത്തയിലേക്കൊന്ന് പോകണം. വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള ദീർഘനാളായി അദ്ദേഹം പലവിധ അസുഖങ്ങളാൽ അദ്ദേഹം ചികിത്സയിലാണ്, അദ്ദേഹം റെസ്റ്റാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. എങ്കിൽ പോലും അല്പം ആശങ്കാജനകമാണ് കാര്യങ്ങളെന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം ആശുപത്രിയിലാണ്. വി അരുണ്, എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ആ രണ്ട് അടുത്ത മക്കള് ഭാര്യയൊക്കെ അടുത്തുണ്ടോ? രഞ്ജിത്ത്, ഇന്ന് രാവിലെയായിരുന്നു വി എസിന് വീട്ടിൽ വെച്ച് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായത്. പിന്നീട് അതൊരു ഹൃദയാഘാതം ആണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഉടൻ തന്നെ പ്രാഥമിക ചികിത്സ നൽകി. ഇപ്പോൾ പട്ടം SUT ആശുപത്രിയിൽ അദ്ദേഹം ഉള്ളത്. ICUവിലാണ് വി എസ് അച്യുതാനന്ദൻ തുടരുന്നത്. പക്ഷേ ആരോഗ്യനില രാവിലത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടു എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ വി അരുൺകുമാർ അടക്കമുള്ളവർ ഒപ്പമുണ്ട്. ആരോഗ്യനിലയിൽ കാര്യമായ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ പ്രായം അറിയാം, നമുക്ക് വി എസ് 100 വയസ്സ് കഴിഞ്ഞ ആളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആശങ്കയാണ്. അപ്പുറത്തേക്ക് ആരോഗ്യനില ഇപ്പോൾ സ്റ്റേബിൾ ആണ് എന്നാണ് ഡോക്ടർമാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. രാവിലെ അദ്ദേഹത്തിൻ്റെ കുന്നുകുഴിയിലുള്ള ലോക്കൽ ജംഗ്ഷനിലുള്ള വീട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായത്. അപ്പോൾ തന്നെ CPR നൽകിയിരുന്നു. ആശുപത്രി എത്തിക്കുന്ന വഴി തന്നെ CPR നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അപകടകരമായ സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രായം പരിഗണിക്കുമ്പോൾ ആശങ്കാജനകമായ സാഹചര്യമുണ്ട്. ഇപ്പോൾ ആരോഗ്യനില സ്റ്റേബിൾ ആണ് എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരും കുടുംബവും വ്യക്തമാക്കുന്നത്. വി എസ് അച്യുതാനന്ദൻ ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ആരോഗ്യനില തൃപ്തികരമാണ്. ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദീർഘനാളായി അദ്ദേഹം ചികിത്സയിലാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച അപ്ഡേറ്റുകളൊന്നും കഴിഞ്ഞ കുറേ നാളുകളായി ലഭിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ മകനോടാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കാറുള്ളത്. ഇപ്പോൾ തൽക്കാലം ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ വളരെ കൃത്യമായി ഉള്ള വിവരങ്ങൾ പ്രേക്ഷകർക്കായി നൽകാം. നമുക്ക് വി എസിൻ്റെ ആശുപത്രി വാസം അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു നേതാവ് ഇപ്പോൾ ആശുപത്രിയിൽ, ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടിൻ്റെ ദിവസം അദ്ദേഹം ആശുപത്രിയിലാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് SUT ആശുപത്രിയിൽ ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. ഇത് അദ്ദേഹം ഈ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ, കൂടുതൽ മെഡിക്കൽ ടീമുകൾ, അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും അത്തരത്തിലുള്ള വിവരങ്ങളുണ്ടോ അരുൺ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഏറ്റവും നല്ല ചികിത്സ തന്നെ ഉറപ്പാക്കാനുള്ള നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്. നമുക്കറിയാം CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, CPM രൂപീകരിച്ച നേതാവാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആ നേതാവിന് പരമാവധി ചികിത്സ നൽകാൻ സർക്കാർ സംവിധാനങ്ങൾ കൂടി ഇടപെടും. ഏതായാലും ഇപ്പോൾ അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. പട്ടം SUTയിൽ. നേരത്തെ പട്ടത്ത് തന്നെ SUTയുടെ റോയൽ ആശുപത്രിയിൽ അദ്ദേഹം ഉള്ളൂരിലുള്ള ആശുപത്രിയിലാണ് ചികിത്സിച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ പട്ടം SUT ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവിടെ ഏറ്റവും മികച്ച ചികിത്സ തന്നെ അദ്ദേഹത്തിന് ഉറപ്പാക്കുന്നുണ്ട്. ICUയിലാണ് ഇപ്പോൾ അദ്ദേഹം ചികിത്സയിൽ തുടരുന്നത്. ദീർഘനാളായി അദ്ദേഹം പൊതുപരിപാടികൾ പങ്കെടുക്കുക. 2018 അദ്ദേഹം അവസാനമായി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തത്. അന്ന് വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് സമയമായിരുന്നു. അവിടെ VK പ്രശാന്തിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അദ്ദേഹം നന്ദൻകോട് പരിപാടിയിലാണ് അവസാനമായി പൊതുപരിപാടിയിൽ പങ്കെടുത്തത്. അതിനുശേഷം അദ്ദേഹം പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ കൃത്യമായി തന്നെ രാഷ്ട്രീയ ചലനങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ സംഭവവികാസങ്ങളും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട് എന്ന് കുടുംബം ഇടയ്ക്ക് അഭിപ്രായപ്പെടാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസമൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള അദ്ദേഹത്തിന് 100ാം പിറന്നാൾ ആഘോഷിച്ചപ്പോഴും അതിനുശേഷവുമൊക്കെ മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. അപ്പോഴുമൊക്കെ സന്ദർശക നിയന്ത്രണം എന്നതൊഴിച്ചാൽ അദ്ദേഹത്തിന് ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനിടെയാണ് ഇപ്പോൾ ഒരു ഹൃദയാഘാതം ഉണ്ടായിരിക്കുന്നത്. അതും അദ്ദേഹം തരണം ചെയ്യുമെന്ന പ്രതീക്ഷ തന്നെയാണ് കുടുംബം ഉള്ളത്. ആരോഗ്യനില ആ രീതിയിൽ ഇപ്പോൾ മെച്ചപ്പെടുന്നുണ്ടെന്നും കുടുംബവും ആശുപത്രി അധികൃതരും പറയുന്നു. ദീർഘനാളായി ചികിത്സയിലാണ് അദ്ദേഹം. പുറം ലോകവുമായി കാര്യമായ ബന്ധമില്ല. കുടുംബാംഗങ്ങൾ മാത്രമാണ് അദ്ദേഹത്തെ സന്ദർശിക്കുന്നത്. വളരെ കൃത്യമായ ചികിത്സയും പരിരക്ഷയും അദ്ദേഹത്തിന് കുടുംബം സർക്കാരും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കാൻ അദ്ദേഹത്തെ ആശുപത്രി അധികൃതർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങളും സർക്കാർ ആശുപത്രി അധികൃതരും ഒരുപക്ഷെ മെഡിക്കൽ അധികൃതരുമൊക്കെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിവരവുമായി ബന്ധപ്പെട്ട കൃത്യമായ നിരീക്ഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും. ഇപ്പോൾ അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിലാണ്. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പും ഇതിനകം പൂർത്തിയായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. 101 വയസ്സാണ് വി എസ് അച്യുതാനന്ദന്. 2 മാസം മുൻപാണ് അദ്ദേഹം CPM സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. അദ്ദേഹം ഏതായാലും ഇന്ന് രാവിലെയാണ് അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരം എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. തിരുവനന്തപുരത്ത് SUT ആശുപത്രിയിലാണ് വി എസിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത കൂടിയാണ്. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളത്. SUT ആശുപത്രിയിൽ രാവിലെ പ്രവേശിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നൊരു ആശ്വാസം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ഉണ്ട്. നമുക്ക് തെരഞ്ഞെടുപ്പ്